ദേവേട്ട പ്ലീസ് ദേവേട്ട, എനിക്ക് വേണ്ടി ഇങ്ങനെ അടികൊള്ളൽ ദേവേട്ട. ദേവേട്ട പറയുന്നത് കേൾക്കും ദേവേട്ട. മാഫിയ കിഞ്ചി എന്റെ കാഴ്ചവെട്ട് ഇതുവരെ നിന്നെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നിന്റെ ബലഹീനതയെ ഇവൾ കാരണം നിന്ന് തോൽക്കാൻ പോകുന്നു. ഇതുവരെ തോൽവിയെന്നറിയാനില്ലേ നീ കളിച്ചത്? അലക്സേ, നീ അവളെ വിട്ടേക്ക്. എന്നെ എന്ത് വിധം ചെയ്തു? അവളെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. ദേവേട്ട വേണ്ട, അവളെ കൊല്ലു ദേവേട്ട, അവളെ വെറുതെ വിടല്ലേ. നിനക്ക് ആരെ കളി കളിക്കാൻ അറിയാമോ? ഓഹോ, നിനക്ക് ഇത്ര നിങ്ങളിപ്പോ നിന്റെ അഹങ്കാരം ഞാൻ തീർത്തില്ല. ദേവേട്ട എനിക്ക് ദേവേട്ടനൊന്നും ചെയ്തരുത് പ്ലീസ്. വേണ്ട ദേവേട്ട. ഇപ്പൊ മോളുടെ അഹങ്കാരം കുറഞ്ഞു. ദേവേട്ട കണ്ണു തുറക്കും ദേവേട്ട. ദേവേട്ട എന്നെ നോക്ക് ദേവേട്ട. ദേവേട്ട നീ എന്ത് വേണേലും പറഞ്ഞു, എന്ത് നാറിയ കളിയായാലും ജയിക്കുന്നതിലാണ് കാര്യം. പിന്നെ മിസ്റ്റർ ജെ, നിനക്കിനി എണീക്കാനോ ഒരടി നടക്കാനോ പറ്റില്ല. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഇവളെ ഞാൻ കൊല്ലാൻ പോവുക. പക്ഷേ ഇവളെ തൽക്കാലം ഞാൻ കൊല്ലാൻ പോകുന്നില്ല. ഈ ലോകത്ത് ഇവളില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാനാവാതെ നീ ഭ്രാന്ത് പിടിച്ച് ജീവിക്കണം. നിന്റെ തന്ത പ്രതാപവർമ്മ മാഫിയാക്കി ജോൺ, അയാൾ എന്റെ ബ്രദറിനെ ഇല്ലാതാക്കി. ഞാൻ ഒരുപാട് നേറി. ഇനി നിന്റെ തകർച്ച കണ്ട് അയാളും ഇവളുടെ തകർച്ച കണ്ട് നീയും ഇല്ലാതായിപ്പോ. എന്താണോ നായി കിടന്ന് കുരയ്ക്കുന്നേ? മിണ്ടാതിരിക്കട അവിടെ. പിന്നെ വാസുകി, നിന്നെ ഞാൻ ഒന്ന് നോട്ടിട്ടതാ. ബട്ട് ഇവൻ കയറി കൈയടക്കി. പിന്നെ ഒരു വണ്ടി നെച്ചിലെന്തിനാ എനിക്ക്? സോ അതുകൊണ്ട് നിന്നെ എനിക്ക് വേണ്ട. എനിക്ക് നീ സ്വന്തമായില്ല, അതുകൊണ്ട് ജീവിച്ചിരിക്കേണ്ട. അലക്സ്, അവളൊന്നും ചെയ്യരുത് അലക്സ്. ഏയ്, ഞാനൊന്നും ചെയ്യില്ല. നീയാ ചെയ്യാൻ പോകുന്നേ. ജയ്, നിന്റെ കൈ കൊണ്ട് തന്നെ തീ കൊളുത്തിക്കോ. അവള് കത്തി മരിക്കുന്നത് കണ്ട് നീ ആസ്വദിക്കും. അല്ലെങ്കിൽ നീ കത്തിക്കണ്ട, ഞാൻ തന്നെ കത്തിച്ചോളാം. അവള് ചാവുന്നത് ആസ്വദിക്കും. അപ്പൊ വാസുകി, ഹാപ്പി ജേണി. ഞാൻ പോവാ. അവനെ അവിടെ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്തേക്ക്. മാറി നിൽക്കടാ. ദേവ, എടാ മോനെ ദേവ, ദേവ കണ്ണു തുറക്കടാ. എടാ വാസുകി എവിടെ? വാസുകി അവിടെ. വാസുകി நகரும் நெருப்பாய் கொழுந்து விட்டிருந்தேன், அணைந்த பின்பும் மணலின் மேலிருந்தேன். காலை பணியாக என்னை வாரிக்கொண்டாய். நேரம் கூட எதிரியாகிவிட, யுகங்களாக வேதம் மாறிவிட அணைத்துக் கொண்டாயே, பின்பு ஏனோ சென்றாய்.
ഒരയിച്ചു എന്റെ കുഞ്ഞിനെന്താ പറ്റിയത്? അയ്യോ എന്റെ കുഞ്ഞ് വൈദേഹി, എന്റെ കുഞ്ഞ് ചിട്ട ചേച്ചി. ആ ദേവിയുടെ ഫാമിലി ആരാ? കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. റിച്ചു ഇത് ചെയ്തവനാരെന്നറിഞ്ഞ? അറിയില്ല അങ്കിൾ. അവൻ എന്നെ പോലും കൂട്ടാതെ പോയത്. നമ്മളോട് ഒരുത്തൻ ഒളിപ്പോര് നടത്തുന്നുണ്ട്. അവനാകാനാണ് ചാൻസ്. പക്ഷേ അവനെ കണ്ടിട്ടുള്ളത് ദക്ഷിത മാത്ര. ബോധം വന്നാൽ മാത്രമല്ലേ എന്തെങ്കിലും ചോദിക്കാൻ പറ്റൂ. എടാ വിളിച്ചു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ. എന്നോട് ക്ഷമിക്കുന്നേ. അതൊന്നും സാരമില്ലടാ. സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചില്ലേ. ദേവയ്ക്ക് ഇങ്ങനെയുണ്ട്. ഒന്നും പറയാനായിട്ടില്ലടാ. മോനെ എഴുന്നേറ്റോ, അമ്മ ഫുഡ് തരാം. അമ്മ എന്നെ ആ ബാൽക്കണിയിൽ ഒന്നാക്കി തരുമോ? ആക്കി തരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ മോനെ. അമ്മ പോവുകയാണെ താഴേക്ക്. വിളിക്കാം. എന്റെ വാസുകയില്ലാത്തതിന്റെ കുറവ് എന്നെ പോലെ തന്നെ നിങ്ങൾക്കുണ്ടല്ലേ ദേവ. പുറത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയായിട്ടാ? നിന്നെ ഈ നിലയിലാക്കിയവൻ എല്ലാം വെട്ടിപ്പിടിച്ച സന്തോഷത്തിലാണ്. അവൻ അറിയുന്നില്ല അവൻ അണയാൻ പോകുന്ന തീയാണെന്ന്. അവൻ ആളിക്കത്തട്ടെ. എന്റെ ഒരു വാക്കിന്റെ മുന്നില അവനെ ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നേ. ഞാൻ ഇവിടെ നിന്ന് റിക്കവർ ആയിക്കോട്ടെ. എന്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് അവനെ കൊല്ലണം.